പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 29 വ്യാഴം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർസീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇന്ന് നാം ധ്യാനിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് ഇതൊരു സ്തുതിഗാനമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പരാതിയാണ്. യോന ദൈവത്തിൻ്റെ കരുണയെ പ്രശംസിച്ചില്ല, മറിച്ച് ദൈവം ക്ഷമ കാണിച്ചതിൽ അവൻ അസ്വസ്ഥനാകുന്നു. നിനിവെ നഗരം വലിയ പാപത്തിൽ ആയിരുന്നു. ദൈവം അവരുടെ മേൽ ന്യായവിധി പ്രഖ്യാപിച്ചു. എന്നാൽ അവർ ഉപവസിച്ചു, മാനസാന്തരപ്പെട്ടു, ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരെ ശിക്ഷിക്കാതെ ക്ഷമിച്ചു. എന്നാൽ ഇത് യോനായെ സന്തോഷിപ്പിച്ചില്ല. അവൻ ദുഃഖിതനായി, കാരണം ദൈവം കരുണ കാണിച്ചു. ഇവിടെ നമുക്ക് ഒരു വലിയ സത്യമാണ് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ പലപ്പോഴും വിധി പറയാൻ താല്പര്യപ്പെടുന്നു, പക്ഷേ ദൈവം എപ്പോഴും രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം കരുണ നിറഞ്ഞതാണ്. യോന തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. നീ കൃപയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, കോപത്തിൽ മന്ദനാണ്, ദയയിൽ മഹാനാണ്. ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. അവൻ ഉടനെ കോപിക്കുന്ന ദൈവമല്ല, അവൻ ക്ഷമിക്കാൻ അവസരം നേടുന്ന ദൈവമാണ്. അവൻ ശിക്ഷിക്കാൻ വേഗപ്പെടുന്നില്ല, മറിച്ച് രക്ഷിക്കാൻ കാത്തിരിക്കുന്നു. പലപ്പോഴും നമുക്കും യോനായുടെ മനസ്സല്ലേ ഉള്ളത്. നമ്മെ വേദനിപ്പിച്ചവരെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ടോ? നമ്മെ തെറ്റിദ്ധരിപ്പിച്ചവരെ ദൈവം ഉയർത്തുമ്പോൾ നാം ചോദിക്കാറില്ലേ, അവർക്ക് എന്തിന് അനുഗ്രഹം നൽകുന്നു? എന്നാൽ അത്തരം ചിന്തകൾ ദൈവഹൃദയത്തിന് വിരുദ്ധമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ നീതിമാന്മാരുടെയും അനീതി പ്രവർത്തിക്കുന്നവരുടെ മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. അവൻ്റെ കൃപയ്ക്ക് അതിരുകളില്ല. പാപം എത്ര വലുതായാലും ദൈവത്തിൻ്റെ കരുണ അതിലും വലുതാണ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് 3 ആത്മീയ പാഠങ്ങൾ പഠിക്കാം. 1, ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. അവൻ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് വരുന്നത്. 2, നമ്മുടെ ഹൃദയം മാറണം. ദൈവം ക്ഷമിക്കുന്നവരോട് നാം വെറുക്കാനായിട്ട് ഇടയായി തീരരുത്. 3, നാം യോനായെ പോലെ ഓടിപ്പോകുന്നവരാകാതെ യേശുവിനെ പോലെ സ്നേഹത്തോടെ മറ്റുള്ളവരെ സമീപിക്കുന്നവരായി തീരണം. യോന നിനുവായിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ യേശു ക്രിസ്തു പാപികളായ നമ്മെ രക്ഷിപ്പാൻ ക്രൂശിലേക്ക് നടന്നു. യോന ശിക്ഷ ആഗ്രഹിച്ചു, യേശു തമ്പുരാൻ ക്ഷമ നൽകി. യോന കോപിച്ചു, യേശു കരഞ്ഞു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മുടെ ഹൃദയം യോനായുടേതാണോ അതോ യേശുവിൻ്റെതോ? നാം പ്രതികാരം തേടുന്നവരാണോ അതോ ക്ഷമ നൽകുന്നവരോ? നാം വിധി പറയുന്നവരോ അതോ കരുണ കാണിക്കുന്നവരോ? ദൈവം നമ്മയും വിളിക്കുന്നു. നിങ്ങൾക്കും ഞാൻ കാണിച്ച കരുണ മറ്റുള്ളവർക്കും കാണിക്കേണ്ടതുണ്ട്. ലഭിച്ചതായ കൃപ മറ്റുള്ളവർക്ക് നൽകേണ്ടത് നമ്മുടെ കടമ. നമുക്ക് ലഭിച്ച ക്ഷമ മറ്റുള്ളവരോട് പങ്കിടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കും ഈ ലോകത്തെ ശത്രുക്കളായി കാണാതെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളായി കാണാം. ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിഫലമായി നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഞങ്ങളോട് നീ കാണിച്ച അളവറ്റ സ്നേഹത്തിനും ക്ഷമയ്ക്കും നന്ദി.
കഠിനമായ ഹൃദയം ഞങ്ങൾ നീക്കിക്കളഞ്ഞ് കരുണയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നീ ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.